ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഇന്നത്തെ നമ്മുടെ വിഷയം റമളാനും യൂസഫ് നബി അലൈഹിസ്ലാമയും. റമളാനും യൂസഫ് നബി അലൈഹിസ്ലാമയും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. റമളാൻ ഇസ്ലാമിലെ 9-ാമത്തെ മാസവും നോമ്പിൻ്റെയും ഖുർആൻ അവതരണത്തിൻ്റെയും മാസമാണ്. ഖുർആനിലെ ഏറ്റവും പ്രസക്തമായ കഥകളിലൊന്നാണ് പ്രവാചകൻ യൂസഫ് നബി അലൈഹിസ്ലാമയുടേത്. എങ്കിലും റമളാനുമായി ബന്ധപ്പെടുത്തി യൂസഫ് നബി അലൈഹിസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്നും ചില പാഠങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. കുട്ടിക്കാലത്ത് യൂസഫ് നബി അലൈഹിസ്ലാമയെ സ്വന്തം സഹോദരന്മാരാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയും അസൂയ നിമിത്തം കിണറ്റിലെറിയപ്പെടുകയും ചെയ്തു. പരാതിപ്പെടുകയോ പ്രതീക്ഷ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിനു പകരം അദ്ദേഹം ക്ഷമയോടെയും അള്ളാഹുവിനോടുള്ള വിശ്വാസത്തോടെയും പരീക്ഷണത്തെ സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആളുകളിൽ നിന്ന് നിരന്തരം വഞ്ചന, തിരസ്കരണം, അനീതി എന്നിങ്ങനെ നേരിടേണ്ടി വന്നേക്കാം. സ്വയം സംയമനം പാലിക്കുവാനും ക്ഷമയും വിശ്വാസവും ഉപയോഗിച്ച് അത്തരം വെല്ലുവിളികളെ മറികടക്കുവാനും റമളാൻ നമ്മെ പഠിപ്പിക്കുന്നു. കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ ശേഷം യൂസഫ് നബി അലൈഹിസ്ലാമിനെ അടിമത്തത്തിലേക്ക് വിൽക്കുകയും ഈജിപ്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. പലപ്പോഴും ജീവിതം അന്യായവും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായി തോന്നിയേക്കാം. പക്ഷേ വിജയം ക്ഷമയിലൂടെയാണ്. പ്രയാസങ്ങളും നിരാശകളും നമ്മെ തകർക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് റമളാൻ. പിന്നീട് അസീസിൻ്റെ ഭാര്യ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രവാചകൻ യൂസഫ് നബി അലൈഹിസ്ലാമിനെ തീവ്രമായ പരീക്ഷണത്തിലൂടെ പരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ശക്തമായ മറുപടി ഇതായിരുന്നു: ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന്. ഓരോ വിശ്വാസിയും ഈ പ്രതികരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. റമളാനിൽ പ്രലോഭനങ്ങളെ ചെറുക്കുവാനും നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാനും നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വിശുദ്ധി നിലനിർത്താനും നാം സ്വയം പരിശീലിപ്പിക്കണം. പിന്നീട് ജയിലിലടക്കപ്പെട്ട യൂസഫ് നബി അലൈഹിസ്ലാം വർഷങ്ങളോളം ജയിലിലടക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. പരാതിപ്പെടുന്നതിനു പകരം അദ്ദേഹം തൗഹീദിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ ജയിലിൽ തൻ്റെ സമയം ഉപയോഗിച്ചു. റമളാൻ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും ആത്മീയമായി വളരാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് അള്ളാഹു യൂസഫ് നബി അലൈഹിസ്ലാമിയെ ജയിലിൽ നിന്നും രക്ഷിക്കുകയും ഈജിപ്തിൽ ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. കിണറ്റിലെ നിസ്സഹായനായ ഒരു ബാലനിൽ നിന്നും ഈജിപ്തിലെ ഒരു ഭരണാധികാരിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര കാണിക്കുന്നത് ക്ഷമയും സ്ഥിരോത്സാഹവും പുലർത്തുന്നവർക്ക് അള്ളാഹു വിജയം നൽകുന്നു എന്നതാണ്. റമളാനിലെ ഏറ്റവും വലിയ പാഠവും ഇതുതന്നെയാണ്. ക്ഷമ, ആത്മനിയന്ത്രണം, ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കുന്നു. പിന്നീട് സഹോദരന്മാരുമായി കണ്ടുമുട്ടിയപ്പോൾ യൂസഫ് നബി അലൈഹിസ്ലാം തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ദയയോടെ അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. റമളാൻ നമ്മെ പക ഉപേക്ഷിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും വെറുപ്പ് ശുദ്ധീകരിക്കുവാനും പഠിപ്പിക്കുന്നു. ഈ റമളാൻ അനുരഞ്ജനത്തിനും ആന്തരികമായ സമാധാനത്തിനുമുള്ള സമയമാകട്ടെ. ചുരുക്കത്തിൽ റമളാനിനായി യൂസഫ് നബി അലൈഹിസ്സലാമിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം ധൈര്യം. ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നത്. ക്ഷമ, മറ്റുള്ളവരുടെ തെറ്റുകളിൽ ക്ഷമിക്കുകയും അവഗണിക്കുകയും ചെയ്യുക. ആത്മനിയന്ത്രണം, പ്രലോഭനങ്ങളിലും ചെറുക്കുകയും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുക. ശാന്തതയും പ്രാർത്ഥനയും, പ്രയാസകരമായ സമയങ്ങളിൽ ദുആയിലൂടെ അള്ളാഹുമായി ബന്ധം പുലർത്തുക. വിജയത്തിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ ആശ്രയിക്കുന്നവർക്ക് ആത്യന്തികമായി വിജയിക്കും എന്നിവയാണ്. അള്ളാഹുവേ, ഞങ്ങളെ നീ ക്ഷമാശീലരുടെ കൂട്ടത്തിലാക്കണമേ. ഞങ്ങൾക്ക് ജ്ഞാനവും പരിശുദ്ധിയും നൽകണമേ. ഞങ്ങളെ നിൻ്റെ ആത്മാർത്ഥത ദാസന്മാരെ ഉൾപ്പെടുത്തുകയും ചെയ്യണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.